ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എസ് വളവിലാണ്. വളവ് എന്ന് പറഞ്ഞാൽ പോരാ, ജഗതി വളവ് എന്നറിയപ്പെടുന്ന നമ്മളെ കുറേ പൊട്ടിച്ചിർപ്പിച്ചേ ജഗതി ചേട്ടന്റെ ജീവിതത്തിലെ വില്ലനാണ് ഈ വളവ്. കോഴിക്കോടിന്റെ പേരിൽ മലപ്പുറം ജില്ലയിലെ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്തുള്ള പാണമ്പ്ര വളവ്. കണ്ടമാനം വണ്ടികൾ തട്ടിയും മുട്ടിയും ആൾക്കാരെ കയ്യും കാലും ഒടിഞ്ഞും അപകടമരണം നടന്നിട്ടും നീരാതെ നിന്നീനെ ഈ വളവ് നിന്നാണ് ജഗതി ചേട്ടന്റെ വണ്ടിയും ഡിവൈഡറിൽ കയറി ആക്സിഡന്റ് ആയത്. എന്നാൽ പാണമ്പ്രയിലെ ജഗതി വളവ് ഇനിയില്ല. ജഗതി ചേട്ടന്റെ കാർ ഇടിച്ച് കയറിയ ഡിവൈഡറുകളും ഇനി ഉണ്ടാവില്ല. റോഡ് വീതി കൂട്ടി നമുക്ക് ചീറിപ്പായാൻ പുതിയ റോഡ് വരുമ്പം പാണമ്പ്രയിലെ വളവും ജഗതി ചേട്ടന്റെ അപകടത്തിന് കാരണക്കാരനായ ഡിവൈഡറും ഒക്കെ ഇനി ഓർമ്മയാകും. ഞാനും മബൂബ് നിൽക്കണേ ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഇനി തലക്ക് മോളിൽ കൂടെ വേറൊരു റോഡ് വരികയാണ്. അതിന്റെ പണികൾ തുടങ്ങിയാണ്. ഇറക്കിറങ്ങി വണ്ടി വരുമ്പം അപകടക്കണിയിൽ വീണ എത്രയോ വണ്ടികളുണ്ട്. കയറ്റം കയറി വരുമ്പം പ്രതീക്ഷിക്കാതെ നടന്ന അപകടങ്ങളുണ്ട്. പരിക്ക് പറ്റിയ ആൾക്കാരുണ്ട്, മരിച്ചു പോയവരുണ്ട്. ഇനി ഏതായാലും ഈ അപകട വളവിനെ ആരും പേടിച്ചണ്ട. അന്ന് ജഗതി ചേട്ടന് അപകടം നടന്ന സമയത്ത് ഈ കാണുന്ന പള്ളിയിൽ നിന്നും തൊട്ടടുത്ത അയൽവാസികളൊക്കെ ഇനി പാഞ്ഞെത്തിയത്. പള്ളിന്റെ മുന്നിൽ കൂടെ അങ്ങനെ ചെറിയൊരു അണ്ടർപാസ് റോഡ് ഉണ്ടാവോ ഇല്ലേന്നൊക്കെ കണ്ടറിഞ്ഞറിയണം. അതൊക്കെ റോഡ് പണി കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപകടം നടക്കൽ അധികം പുലർച്ചെയാണ്. അതായത് നേരെ ഇങ്ങനെ പരപരാ വെളുത്തു വരുമ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാവും. ഈ കാണുന്ന പള്ളിക്കലെ മൂല്യാരുട്ടികളും തൊട്ടടുത്തുള്ള പെരക്കാരൊക്കെയാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തല്. അതുകൊണ്ട് തന്നെ നട്ടപ്പാതിരിക്ക് ഒച്ച കേട്ടാൽ ഉറക്കത്തുനിന്ന് ചാടി നീച്ചണം. അതൊരു വണ്ടി തട്ടിയതോ അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞതോ ആകും. ചേളാരിക്കാരനായ ഉമ്മർക്കയാണ് ഇതിനെക്കുറിച്ച് വലിയൊരു വിവരണം നമുക്ക് തന്നത്. ഞാനെടുത്ത് പൊന്തിച്ചിന ഈ കമ്പി പോലത്തെ ഒരു വളവായി കിടന്നിനെ പാണമ്പ്ര വളവ് ഇനി ഇല്ല. ഇനി ഞമ്മക്കെല്ലാവർക്കും ഇതിന്റെ മുകളിൽ കൂടെ 80-100 പറ പറത്തി വണ്ടി വിടാം. തിരക്കൊയ്യാത്ത പാണമ്പ്ര വളവിൽ ഇനി ആരും അപകടത്തിൽ പെടൂല. വളവില്ലാതെ നേരെ പോകാൻ കുറെ വൈകിയാണെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഈ ദേശീയപാത വരുന്നതോടുകൂടി തിക്കി തിരക്കാതെ ഞമ്മക്കും പോകാം. നാടോടുമ്പം നടുവേ ഓടണം എന്നാണല്ലോ. ഇനി അത് ഇജാതി ചൊറുക്കുള്ള റോട്ടുമ്മ കൂടെ ഓടാ. ജഗതി വളവ് എന്നേ പാണമ്പ്ര വളവ് ഇനി ഇല്ല എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ടും തൃശ്ശൂർക്കൊക്കെ പായുമ്പം ഈ സ്ഥലം കാണുമ്പോൾ ഓർക്കുക, ഇവിടുന്നാണ് ജഗതി ചേട്ടൻ അപകടത്തിൽ പെട്ടതെന്ന്. ഇവിടുന്ന് അപകടം നടന്നതിന് ശേഷം നമ്മളെ ജഗതി ചേട്ടനെ പിന്നെ സിനിമാ ലോകത്ത് പോലും കാണാതായി. അന്നുണ്ടായ പരിക്കിന്റെ കാഠിന്യം അത്രക്ക് വലുതേനി. വണ്ടി ഓട്ടണതിൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിയാലോ ഒന്ന് കണ്ണടച്ചാലോ മതി ഇജാതി വളവുകൾ നിന്നൊക്കെ മരണം തേടിയെത്താൻ. എത്ര ശ്രദ്ധിച്ചാലും വിധി പോലെ എല്ലാം നടക്കുന്നുള്ള ഡയലോഗ് കമന്റായി അടിച്ചെന്നറിയാം. എന്നാലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് വണ്ടി സൈഡാക്കി ഒന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതി. തിരക്ക് കൂട്ടി ഉറക്കിനും വെല്ലുവിളിച്ച് നമ്മൾ പായുമ്പം ഉടക്കി നിൽക്കണ ഉറക്ക് പോലും ഒരു സെക്കൻഡ് നമ്മളെ കണ്ണടുപ്പിച്ചും അപകടം വിരുന്നുകാരനായി നമ്മളെ മുന്നിലെത്തും. ഈ കോലത്തിൽ വളവും തിരിവും കുന്നും കുയ്യൊക്കെ നിറഞ്ഞ് കേരളത്തിലെ റോട്ടുമേലെ റോഡ് നിയമങ്ങളും ആൾക്കാർ വണ്ടി ഓട്ടുന്ന കോലും ഒന്നും മാറാൻ പോണില്ല. നമ്മളെ തടിയും ജീവനും കാക്കാൻ ഞമ്മക്കേ കഴിയുള്ളൂ. നിങ്ങളെ ജീവന് നിങ്ങൾക്കൊരു വില ഇല്ലെങ്കിലും പക്ഷേ നിങ്ങളെ കാത്ത് നിങ്ങളെ വരവ് കാത്ത് ഒരു കുടുംബം അവിടെ ഉണ്ടാവും. ഓൾക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധത്തിൽ വണ്ടി വിട്ടോളി. ഇപ്പം ഈ സ്ഥലത്ത് വല്ലാതെ നിൽക്കാൻ കഴിയൂല. തലന്റെ മുകളിൽ കൂടെയാണ് റോഡ് വരുന്നത്. ഈ വളവെന്ന് പോയില്ലെങ്കിൽ ഏതേലും വണ്ടി നമ്മളെ മേത്ത് കയറും. ഇനി ജഗതി വളവ് എന്ന് പറഞ്ഞാൽ പാണമ്പ്ര വളവ് ഇനി ഉണ്ടാവില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആ വീഡിയോ കാണാൻ നിങ്ങൾ നമ്മളൊപ്പം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്.